السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, വിധി നിർണ്ണയിക്കുന്ന വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, 20-ാം നൂറ്റാണ്ടിൻ്റെ കേരളീയ മുസ്ലിമുകളുടെ വിശ്വാസ, സാമൂഹിക, സാംസ്കാരിക ജീവിതത്തിൻ്റെ സമഗ്രമായ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇന്ന് ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷങ്ങൾ ആഘോഷിക്കുകയാണ്. ആത്മീയ ഔന്നിത്യം കൈവരിക്കാൻ മുസ്ലിം വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രബോധന ദൗത്യങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം സമസ്ത ഒരേ മനസ്സോടെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിന്റെ കാരണം. മലബാർ സമരത്തിന് ശേഷമുണ്ടായ മുസ്ലിം രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ദുരന്തപൂർണമായ ഈ അവസ്ഥയെ, ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതനിഷേധ പ്രസ്ഥാനങ്ങളും മറ്റു മതവ്യാഖ്യാന പ്രസ്ഥാനങ്ങളും മറ്റു വിവിധ പ്രസ്ഥാനങ്ങളും സമസ്തയുടെ ഭിന്നിപ്പിനും വിള്ളലുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് സാമൂഹിക സമുദ്ധാരണം ലക്ഷ്യമിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 പ്രവർത്തനം ആരംഭിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നതോടൊപ്പം രാഷ്ട്ര നിർമ്മാണത്തിന്റെയും സാമൂഹിക സൗഹാർദ്ദത്തിന്റെയും ഒത്തൊരുമയുടെയും വഴിയിൽ മുസ്ലിം സമൂഹത്തെ വഴി നടത്തുകയായിരുന്നു സമസ്ത. ലോകത്തെവിടെയുമുള്ള മുസ്ലിം സാമൂഹിക ചരിത്രത്തിലുണ്ടായതുപോലെ തന്നെ മതപണ്ഡിതന്മാരായിരുന്നു കേരളത്തിലെ സാമുദായികമായ സമുദ്ധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. മുസ്ലിം നവോത്ഥാന നേതാക്കന്മാരായിരുന്ന മഖ്ദൂം പണ്ഡിതന്മാരും മമ്പുറം തങ്ങളും അതുപോലെ തന്നെ ഉമർ ഖാദിയും എന്നിവരുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും അതുപോലെ തന്നെ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഈ പണ്ഡിത കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. ഒരു പണ്ഡിത സംഘടനയായി നിലനിൽക്കുമ്പോഴും അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വിവിധ പദ്ധതികൾ ജനകീയ പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കാൻ സമസ്ത തുടക്കം മുതലേ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ടു പോകാൻ സമസ്തയുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മതപഠന മേഖലയിൽ പുതുതായി മാതൃകകൾ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ സമുദായത്തിന് ഗതിവേഗം പകരാനും സമസ്തയുടെ ബഹുജന സംഘടനകൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് എന്നുള്ളത് സമസ്തയുടെ ബഹുജന സംഘടനയാണ്. അതുപോലെ തന്നെ കേരള സമസ്ത സുന്നി യുവജന സംഘം എന്നുള്ളത് സമസ്തയുടെ യുവജന പ്രസ്ഥാനമാണ്. 1953 രൂപീകൃതമായ ഈ യുവജന പ്രസ്ഥാനമാണ് സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ സംരംഭങ്ങളെയും സമുദായത്തിന്റെ താഴ്ത്തട്ടിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ വിദ്യാർത്ഥികളുടെ സംഘടനയായി SSF 50 വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിന് മദ്രസ ബോർഡും മദ്രസ അധ്യാപകർക്ക് വേണ്ടി ജമിയത്തുൽ മുഅല്ലിമീനും മാനേജ്മെന്റ് ശാക്തീകരണത്തിന് വേണ്ടി SMA-യും ഈ സമസ്തയുടെ ബഹുജന സംഘടനകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി തുടക്കത്തിലെ ലക്ഷ്യങ്ങളെ കൈവിടാതെ മുറ പോലെ കൊണ്ടു നടക്കുകയാണ് സമസ്ത.
ഇന്ന് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെയും അതുപോലെ തന്നെ കാന്തപുരം AP ഉസ്താദിന്റെയും കയ്യിൽ സമസ്തഭദ്രമായിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പണ്ഡിതരുടെ കീഴിൽ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് ജീവിച്ചു കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.